Hi, welcome to Lash Class. BA second semester Advanced English Language Skills for Literatures എക്സെപ്റ്റ് ഫ്രം ടോട്ടൽ എക്ലിപ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള ആൻസേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ ഹാർട്ട് സ്ക്രീച്ച്? നമ്മുടെ ഓതർ അവരുടെ ഹൃദയം നിലവിളിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കാഴ്ച കാണുന്ന സമയത്ത് അവർക്ക് ഹൃദയം നിലവിളിക്കുന്ന പോലെ തോന്നിയെന്ന് പറയുന്നുണ്ട്. ആ ഒരു സംഭവം എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ ഹാർട്ട് സ്ക്രീച്ച്ഡ് ബിക്കോസ് ദ സൈറ്റ് ഓഫ് ദ ടോട്ടൽ എക്ലിപ്സ് വാസ് ടെറിഫയിങ് ആൻഡ് ഓവർവെൽമിങ്. അപ്പോൾ അവർ സൂര്യഗ്രഹണത്തിന്റെ കാഴ്ച ഭയപ്പെടുത്തുന്നതായതുകൊണ്ടാണ് അവരുടെ ഹൃദയം നിലവിളിക്കുന്ന ഒരു അനുഭവം അവർക്ക് ഉണ്ടായതായിട്ട് പറയുന്നത്. ദി എക്ലിപ്സ് സീംഡ് അൺനാച്ചുറൽ ആൻഡ് ഫ്രൈറ്റനിങ് ലൈക്ക് എ സൈൻ ഓഫ് ഡിസ്ട്രക്ഷൻ ഓർ കറ്റാസ്ട്രഫി. ഇപ്പോൾ എക്ലിപ്സ് എന്ന് പറയുന്നത് അൺനാച്ചുറൽ ആയിരുന്നു, അസാധാരണമായിരുന്നു, അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒരു കറ്റാസ്ട്രോഫി അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ പോലെ, ഒരു നാശത്തിൻ്റേതുപോലെ അല്ലെങ്കിൽ ഒരു ദുരന്തത്തിൻ്റേതുപോലെയുള്ള ഒരു അടയാളമായിട്ടാണ് അവർക്കത് കാണപ്പെട്ടതെന്ന് പറയുന്നു. ഡിസ്ക്രൈബ് ദ ഫോട്ടോഗ്രാഫ് ഓഫ് ദ സൺ ടേക്കൺ ഡ്യൂറിങ് ദ ടോട്ടൽ എക്ലിപ്സ്. ഇനി ഒരു സൂര്യഗ്രഹണത്തിന്റെ ഫോട്ടോ എടുത്തതിനെ കുറിച്ചിട്ട് അവരെന്താണ് പറയുന്നത്? ദ ഫോട്ടോഗ്രാഫ് ഓഫ് ദ സൺ ടേക്കൺ ഡ്യൂറിങ് ദ ടോട്ടൽ എക്ലിപ്സ് ഷോസ് ഡീറ്റെയിൽസ് വിത്തൗട്ട് മീനിങ്. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സൂര്യൻ ഒരു വളയം പോലെ നിൽക്കുന്നതും ഒരു കറുത്ത നിഴല് കൊണ്ട് സൂര്യൻ മറിഞ്ഞിരിക്കുന്നതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ മീനിങ് നമുക്ക് ലഭിക്കുന്നില്ല. അത് നേരിട്ട് കാണുമ്പോൾ ഒരു എഫക്റ്റ് നമുക്ക് ഫോട്ടോയിൽ ലഭിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. The writer says such a photograph reduces a vast and terrifying experience into something merely visual. അപ്പോൾ ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു അനുഭവത്തെ, ഒരു കാഴ്ചയെ ചെറിയൊരു ചിത്രമായിട്ട് മാറ്റുന്നു. അത് നേരിട്ട് കാണുമ്പോൾ എഫക്റ്റ് അതിന് ഫോട്ടോയിൽ ലഭിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. വാട്ട് റിസംബിൾസ് എ സ്മോക്ക് റിംഗ്. ഇനി മനുഷ്യരുടെ പരിമിതികളെ കുറിച്ച് പറയുന്ന സമയത്താണ് ഒരു ആകാശത്തുള്ള വേറൊരു കാഴ്ചയെ കുറിച്ച് പറയുന്നത്. അതാണ് ഈ സ്മോക്ക് റിംഗ് എന്ന് പറയുന്നത്. അതേതാണ് ചോദിക്കുന്നത്. ദ ക്രാബ് നെബൂല റിസംബിൾസ് എ സ്മോക്ക് റിംഗ് വെൻ സീൻ ത്രൂ ബൈനോക്കുലേഴ്സ്. ക്രാബ് നെബൂല എന്ന് പറയുന്ന വിദൂരമായിട്ടുള്ള ഗാലക്സിയാണ്, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. അത് നമുക്കിങ്ങനെ ഈ ഒരു ബൈനോക്കുലറിലൂടെ അല്ലെങ്കിൽ ടെലസ്കോപ്പിലൂടെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു പുകമറ പോലെയാണ് അത് കാണപ്പെടുന്നത് എന്ന് പറയുന്നു. ഇറ്റ് ഷോസ് ദ വാസ്റ്റ്നെസ് ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ പെർസെപ്ഷൻ. അപ്പോൾ ഇത്രയും വലിയ നക്ഷത്രങ്ങളെ നമുക്ക് ചെറിയൊരു പുക പോലെ കാണുക എന്ന് പറയുന്നത് എത്ര ദൂരെയാണ് അതുള്ളതെന്നുള്ളതും നമ്മുടെ പ്രപഞ്ചം എത്ര വലുതാന്നുള്ളതും അതുപോലെ തന്നെ ഇതെല്ലാം മനസ്സിലാക്കുന്നതിൽ നമ്മുടെ പരിമിതികളുമാണ് ആ ഒരു അനുഭവം കൊണ്ട് അവർ പങ്കുവയ്ക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് ആനി ഡില്ലാർഡ് ഡിസ്ക്രൈബ് ദ സോളാർ എക്ലിപ്സ്? ഈ ഒരു സൂര്യഗ്രഹണത്തെ എങ്ങനെയാണ് നമ്മുടെ ഓതർ വിവരിക്കുന്നതാണ് ചോദിക്കുന്നത്. ആനി ഡില്ലാർഡ് ഡിസ്ക്രൈബ് സോളാർ എക്ലിപ്സ് ആസ് എ ടെറിഫയിങ് ആൻഡ് ഓവർവെൽമിങ് എക്സ്പീരിയൻസ്. പ്രധാനമായിട്ടും ഒരു ടെറിഫയിങ് ആയിട്ടുള്ള, ഒരു ഭയാനകമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് അവർ ആ ഒരു കാഴ്ചയെ വിവരിക്കുന്നത്. ഷീ ക്ലെയിംസ് ദാറ്റ് ഇറ്റ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംസ് ദ ഫെമിലിയർ വേൾഡ്. നമുക്ക് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള ധാരണകളെല്ലാം തന്നെ തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവമായിട്ടാണ് അവരതിനെ വിവരിക്കുന്നത്. ഷീ എക്സ്പ്ലെയിൻസ് ഹൗ എ ഹ്യൂജ് ബ്ലാക്ക് ഷേപ്പ് സഡൻലി മൂവ്ഡ് അക്രോസ് ദ സൺ. അപ്പോൾ ആ ഒരു ഗ്രഹണത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ വിവരിക്കുന്നുണ്ട്. ഒരു കറുത്ത നിഴല് ഇങ്ങനെ സൂര്യനെ മറച്ചു വരുന്ന ആ ഒരു ദൃശ്യമൊക്കെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇറ്റ് അപ്പിയേർഡ് സ്ട്രേഞ്ച് ആൻഡ് അൺനാച്ചുറൽ റദർ ദാൻ ലൈക്ക് ദ മൂൺ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു മൂണാണ് നമ്മുടെ സണ്ണിനെ മറയ്ക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് സയന്റിഫിക് ആയിട്ട് അറിയാം. പക്ഷെ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്കത് മൂണാണെന്ന് തോന്നുകയില്ല എന്നാണ് അവർ പറയുന്നത്. The eclipse filled her with fear because it looked like a sign of destruction, similar to a mushroom cloud after an explosion. അപ്പോൾ ഇത് ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ചയായിട്ടാണ് അവർ പറയുന്നത്. കാരണം ഒരു ദുരന്തത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിനാശത്തിൻ്റെയോ ഒക്കെ അടയാളം പോലെയാണ് അവരിത് കാണുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത്, ഈ ഒരു അണുബോംബൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കറുത്ത പുക ഇങ്ങനെ മഷ്റൂം ക്ലൗഡ് പോലെ ഇങ്ങനെ വരുന്നത് പോലെയാണ് ഈ ഒരു സൂര്യൻ മറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയെ അവർ കമ്പയർ ചെയ്യുന്നത്. Darkness spread across the hills, the sky became strange, and only a small white ring of white remained visible. അതുകൂടാതെ തന്നെ സ്വാഭാവികമായിട്ട് സൂര്യൻ മറഞ്ഞ സമയത്ത് ചുറ്റുമാകെ ഇരുട്ട് വ്യാപിക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശവും ഇതുപോലെ തന്നെ വളരെ സ്ട്രേഞ്ച് ആയിട്ട് മാറുന്നു. സൂര്യൻ നിന്നിരുന്ന സ്ഥാനത്ത് ഒരു വളയം പോലെ സൂര്യന്റെ കുറച്ച് ഭാഗം മാത്രം കാണുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ട് അവർ പറയുന്നു. ത്രൂ വിവിഡ് ആൻഡ് ഹോണ്ടിങ് ഇമേജസ് ഷീ പ്രസൻസ് ദ എക്ലിപ്സ് ആസ് ബോത്ത് ബ്യൂട്ടിഫുൾ ആൻഡ് ഫ്രൈറ്റനിങ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ
ഒരു ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷ്വൽ, അതിന്റെ ഒരു കാഴ്ചയെ കുറിച്ചിട്ടുള്ള വിവരണം അവർ നടത്തുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അവർ നൽകുന്നുണ്ട്. അതായത് ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഇമ്പാക്റ്റിനെയും അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വിഷ്വലിന്റെ ഡീറ്റെയിൽസിനെയും അവർ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം, വി ഹാഡ് ഓൾ ഡൈഡ് ഇൻ അവർ ബൂട്ട്സ് ഓൺ ദ ഹിൽ ടോപ്സ് ഓഫ് യക്കീമ ആൻഡ് വെർ അലോൺ ഇൻ ഇറ്റേണിറ്റി, എക്സ്പ്ലെയിൻ. അപ്പോൾ ഈ ഒരു സൂര്യഗ്രഹണം അവിടെ ആളുകൾ കൂട്ടം കൂടി നിന്നുകൊണ്ട് നോക്കുകയാണ്. അത് നോക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ നിന്ന നിൽപ്പിൽ ഞങ്ങളെല്ലാം മരിച്ചു പോയതുപോലെ ആയിരുന്നാണ് അവർ പറയുന്നത്. വി ഓൾ ഡൈഡ് ഇൻ അവർ ബൂട്ട്സ്, അവിടെ ഇങ്ങനെ അത് നോക്കി നിൽക്കുന്ന സമയത്ത് നിന്ന നിൽപ്പിൽ മരിച്ചു പോയതുപോലെ തോന്നി. ആൻഡ് വെർ അലോൺ ഇൻ ഇറ്റേണിറ്റി, അപ്പോൾ ഈ ഒരു ഇറ്റേണിറ്റിയിൽ നമ്മൾ മരണാനന്തരം ഉള്ള നമ്മുടെ ആ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെയുള്ള ഒരു അനുഭവമാണ് അവർക്ക് ഉണ്ടായതെന്ന് പറയുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. This line expresses the deep emotional and psychological effect the eclipse had on the author and the people around her. അപ്പോൾ ആ ഒരു സൂര്യഗ്രഹണം കണ്ട് നമ്മുടെ ഓതറിനും അതുപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായ ആളുകൾക്കും ഉണ്ടായിട്ടുള്ള ആ ഒരു ഇമോഷണലും സൈക്കോളജിക്കലുമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ലൈനിൽ പറയുന്നത്. During the total eclipse, the world became so dark, silent and unfamiliar that it seemed as though ordinary life had ended completely. അപ്പോൾ ഈ ഒരു എക്ലിപ്സിന്റെ സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ആകെ ഇരുട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആകെ നിശബ്ദമാകുന്നുണ്ട്. മാത്രമല്ല ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ലോകമല്ല, ഇത് വേറൊരു ലോകമാണ് എന്ന തരത്തിലുള്ള ഒരു ഫീലാണ് അവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ സമ്മറിയുടെ ക്ലാസ്സിനകത്ത് പറഞ്ഞിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഗ്രഹണ സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളെ കുറിച്ച് നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഇവിടെ എല്ലാം നിശ്ചലമായി എല്ലാം നിശബ്ദമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് അവർ വിവരിക്കുന്നത്. The author imagines that they were no longer living human beings but dead souls standing alone in an endless and empty universe. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് അവരിങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു തോന്നൽ പോലും ഇല്ലാതെ ഈ ഒരു അറ്റമില്ലാത്ത പ്രപഞ്ചത്തിനകത്ത് അവരിങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടായതെന്ന് പറയുന്നു. The familiar earth appeared cold and lifeless and even human memories seemed to fade away. അപ്പോൾ ഈ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമി ആകെ തണുത്ത് നിശ്ചലമായി നിൽക്കുന്ന നിശബ്ദമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അവരുടെ മനസ്സിനെ പോലും അത് ബാധിച്ചെന്ന് പറയുന്നു. അവരുടെ ഓർമ്മകൾ പോലും അവരിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിലേക്ക്, ശരിക്കും മരണപ്പെട്ടു പോയ ഒരാളെ പോലെ ഓർമ്മയൊന്നുമില്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക്, അതിൻ്റെ ഒരു അത്ഭുതത്തിൽ അവരങ്ങനെ നിന്നുപോയി എന്നാണ് അവർ പറയുന്നത്. By using this image, the writer shows how the eclipse created feelings of isolation, fear and helplessness. അപ്പോൾ ഈ ഒരു സൂര്യഗ്രഹണത്തിന്റെ കാഴ്ചയ്ക്കകത്ത് അവർക്കുണ്ടായിട്ടുള്ള ഒറ്റപ്പെടൽ, ഭയം, അതുപോലെ തന്നെ ഒരു നിസ്സഹായ അവസ്ഥ, ഇത്തരം കാര്യങ്ങളെയാണ് ഈ ഒരു ലൈൻ കൊണ്ട് അവിടെ സൂചിപ്പിക്കുന്നത്. The line suggests that the experience forced people to confront mortality and the insignificance of human life in the vast universe. അപ്പോൾ പ്രധാനമായിട്ടും ഈ പ്രപഞ്ചം എത്ര വലുതാണ് എന്നുള്ളൊരു കാര്യവും ഇതിനകത്ത് നമ്മുടെയൊക്കെ എത്ര ചെറിയ ജീവനുകളാണെന്നുള്ളൊരു കാര്യവും ആളുകളെ ചിന്തിക്കാൻ വേണ്ടി നിർബന്ധിച്ചു എന്ന തരത്തിലാണ് ഈ ഒരു വരി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിസ്ക്രൈബ് ദ വേൾഡ് അണ്ടർ ദ ഡാർക്ക്നെസ് ഓഫ് ദി എക്ലിപ്സ്. അപ്പോൾ ആ ഒരു സൂര്യഗ്രഹണത്തിന്റെ ഇരുട്ടിലായി പോയിട്ടുള്ള ലോകത്തെ വിവരിക്കാനാണ് പറയുന്നത്. Under the darkness of the eclipse, the world appeared strange, silent and lifeless. നമ്മൾ കഴിഞ്ഞ ആൻസറിൽ പറഞ്ഞു പോയതുപോലെ തന്നെ ഈ ലോകമാകെ തന്നെയും ഒരു വിചിത്രമായിട്ടുള്ള ഒരു നിശബ്ദതയിലും അതുപോലെ തന്നെ ഒരു നിശ്ചലാവസ്ഥയിലുമായി പോയതുപോലെയാണ് ഉണ്ടായതെന്ന് പറയുന്നു. The familiar landscape was completely transformed as darkness spread across the hills and valleys. അവർക്ക് പരിചയമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അപരിചിതമായിട്ടുള്ള സ്ഥലമായിട്ട് തോന്നി. കാരണം ഇതുപോലെയുള്ള ഒരു ഇരുട്ട് മൂടിയ ഒരു അവസ്ഥയിൽ അവർ ഈ പകൽ സമയത്ത് ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ട്രേഞ്ച്നെസ്, ഒരു അപരിചിതത്വം അവർക്ക് അവിടെ ഫീൽ ചെയ്തതായിട്ട് പറയുന്നു. ദി ഓതർ സേസ് ദാറ്റ് ദി എർത്ത് നോ ലോങ്ങർ ലുക്ക് ലൈക്ക് ദി ഓർഡിനറി വേൾഡ് പീപ്പിൾ ന്യൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതുവരെ ആളുകൾ പരിചയിച്ചിട്ടുള്ള ഒരു ലോകമല്ല, ഇത് വേറൊരു ലോകമാണ് എന്ന തരത്തിലുള്ള ഒരു ഫീൽ അവർക്ക് ഉണ്ടായതായിട്ട് പറയുന്നു. എവറിത്തിങ് ബിക്കെയിം സ്റ്റിൽ ആൻഡ് ഹഷ്ഡ്, ക്രിയേറ്റിംഗ് എൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഫിയർ ആൻഡ് എംപ്റ്റിനെസ്. എല്ലാം നിശ്ചലവും നിശബ്ദവുമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതിൻ്റെ ഒരു ഭയം അവിടെ ഉണ്ടായെന്ന് പറയുന്നു. നമ്മൾ നേരത്തെയും ഈ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഗ്രഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല നിർദ്ദേശങ്ങളുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കരുതെന്നോ പുറത്തിറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ട് പല നിർദ്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഈ സംഭവം നടക്കുന്നത് 1979 അപ്പോൾ ഇന്ന് ഉള്ള അത്രയും ഒരു അറിവ് ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ കൂടുതലും ആളുകൾ ഭയത്തോടു കൂടി അങ്ങനെ അതൊന്നും ചെയ്യരുത്, ഇങ്ങനെ വളരെ നിശ്ചലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഗ്രഹണത്തിന്റെ സമയത്ത് ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലോകം പൂർണ്ണമായിട്ടും നിശ്ചലവും നിശബ്ദവുമായതായിട്ട് അവർ പറയുന്നത്. In the sky, a hollow white ring remained where the sun had once been, resembling the remains of some distant disaster. ഇനി സൂര്യൻ നിന്നിരുന്ന സ്ഥാനത്ത് ഒരു വെളുത്ത വളയം മാത്രമാണ് ബാക്കിയാവുന്നത്. അതിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം മറഞ്ഞു പോയിരിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ സൂര്യനാണെന്ന് തോന്നുകയില്ല, മറിച്ച് ഒരു ദുരന്തത്തിന്റെ അവശിഷ്ടമായിട്ടാണ് അത് കാണപ്പെട്ടതെന്ന് അവർ പറയുന്നു. The darkness made the earth seem cold and abandoned, as though all life had disappeared. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോകാവസാനത്തിന് ശേഷമുള്ളൊരു ദൃശ്യം പോലെ നമ്മുടെ ഭൂമി മാറി എന്നാണ് പറയുന്നത്. ആകെ തണുത്ത് നിശബ്ദമായി നിശ്ചലമായ ഒരു അവസ്ഥയാണ് ഉണ്ടായതെന്ന് പറയുന്നു. ഹ്യൂമൻ ബീയിങ്സ് സീംഡ് ഐസൊലേറ്റഡ് ആൻഡ് ഇൻസിഗ്നിഫിക്കന്റ് ഇൻ ദ വാസ്റ്റ് ഡാർക്ക്നെസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പ്രപഞ്ചത്തിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അവർക്ക് ഇവിടെ ഉണ്ടായതെന്ന് പറയുന്നു. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, അനലൈസ് ദി ഇമ്പാക്ട് ഓഫ് ദ ടോട്ടൽ സോളാർ എക്ലിപ്സ് ഓൺ ആനി ഡില്ലാർഡ്. അപ്പോൾ ഈ ഒരു സൂര്യഗ്രഹണം കാണുന്ന കാഴ്ച നമ്മുടെ ഓതറിന് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയെന്നാണ് ചോദിക്കുന്നത്. The total solar eclipse has a deep emotional, psychological and philosophical impact on Annie Dillard. അപ്പോൾ നമ്മുടെ ഓതറിന് ഈ ഒരു സൂര്യഗ്രഹണത്തിന്റെ കാഴ്ച ഇമോഷണലും സൈക്കോളജിക്കലും ഫിലോസഫിക്കലുമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതിൽ ഓരോ പോയിന്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. The eclipse is not presented merely as a scientific or astronomical event. Instead, it becomes an experience that shakes our understanding of reality, human existence and the universe itself. അപ്പോൾ ഒരു ശാസ്ത്രീയമായിട്ടൊരു പ്രതിഭാസം എന്ന രീതിയിലല്ല അവർ ഈ ഒരു സൂര്യഗ്രഹണത്തെ നോക്കിക്കാണുന്നത്, മറിച്ച് അവരുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചും അതുപോലെ പ്രപഞ്ചത്തെക്കുറിച്ചും തന്നെയുള്ള അവരുടെ ധാരണകളെ തിരുത്തി എഴുത്തുന്ന ഒരു അനുഭവമായിട്ടാണ് അവർ ഈ ഒരു കാഴ്ചയെ വിവരിക്കുന്നത്. അറ്റ് ഫസ്റ്റ്, Dillard describes the eclipse as something terrifying and unnatural. അപ്പോൾ ആദ്യം തന്നെ അവരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിയറിന്റെ ഇമ്പാക്ട്, ഭയത്തിന്റെ ഇമ്പാക്ട് ആണ് അവർ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഒരു ഭയപ്പെടുത്തുന്ന കാഴ്ചയാണെന്ന രീതിയിലാണ് അവർ തുടക്കത്തിൽ പറയുന്നത്. The sight fills her with a shock and fear. She compares it to seeing a mushroom cloud after a nuclear explosion. അപ്പോൾ ഒരു ദുരന്തത്തിന്റെ കാഴ്ച പോലെയാണ് അവരിതിനെ കമ്പയർ ചെയ്യുന്നത്. ഒരു അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ഇങ്ങനെ മഷ്റൂം ക്ലൗഡ്സ് ഉയർന്നു വരുന്നത് പോലെയാണ് അവർക്കിത് കണ്ടപ്പോൾ തോന്നിയത് എന്നവർ പറയുന്നു. ദിസ് കമ്പാരിസൺ റിവീൽസ് ഇമോഷണൽ വയലൻസ് ഓഫ് ദി എക്സ്പീരിയൻസ്. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ഒരു ഇമോഷണൽ ആയിട്ട് ഒരു ഡീപ്പായിട്ട് ഇമ്പാക്ട് അവരിൽ ഈ ഒരു കാഴ്ച ഉണ്ടാക്കിയതായിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാവുന്നതാണ്. ദി എക്ലിപ്സ് ഓൾസോ അഫക്ട്സ് ഹർ സൈക്കോളജിക്കലി. ഇനി സൈക്കോളജിക്കൽ ആയിട്ടൊരു ഇമ്പാക്റ്റും അവരിത് ഉണ്ടാക്കുന്നുണ്ട്. ഡ്യൂറിംഗ് ദി ഡാർക്ക്നെസ് ദ ഫെമിലിയർ ലാൻഡ്സ്കേപ്പ് ബിക്കം സൈലന്റ്, കോൾഡ് ആൻഡ് ലൈഫ്ലെസ്. അപ്പോൾ സൂര്യഗ്രഹണത്തിന്റെ സമയത്ത് ചുറ്റും ആകെ നിശബ്ദവും നിശ്ചലവുമായി പോയ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. Dillard feels detached from ordinary human life. She imagines humanity as isolated souls standing alone in eternity. അപ്പോൾ അവർക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് നമ്മൾ കാണുന്നത് അവർക്ക് ഇങ്ങനെ ജീവനില്ലാതെ അവർ മരണപ്പെട്ട് ഒരു ആത്മാവായിട്ട് പ്രപഞ്ചത്തിൽ അലയുന്നത് പോലെയൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. ദിസ് ക്രിയേറ്റ്സ് ഫീലിംഗ്സ് ഓഫ് ലോൺലിനെസ്, ഹെൽപ്ലെസ്നെസ് ആൻഡ് ഇൻസിഗ്നിഫിക്കൻസ്. അപ്പോൾ ഈ ഒരു വലിയ പ്രപഞ്ചത്തിൽ അവരൊന്നുമല്ലാന്നൊരു തോന്നൽ, അതുപോലെ തന്നെ ഒരു നിസ്സഹായ അവസ്ഥ, പിന്നെ ഒരു ഒറ്റപ്പെടൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ആ സമയത്ത് ഉണ്ടായി. അത്തരത്തിലാണ് അവരിൽ ഉണ്ടായിട്ടുള്ള സൈക്കോളജിക്കൽ ഇമ്പാക്ട് നമ്മൾ കാണുന്നത്. ദി എക്ലിപ്സ് ഓൾസോ അഫക്ട്സ് ഫിലോസഫിക്കലി. ഇനി ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റും അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ദി എക്ലിപ്സ് ഫോഴ്സസ് ഡില്ലാർഡ് ടു റിഫ്ലക്ട് ഓൺ ലൈഫ്, ഡെത്ത്, മെമ്മറി ആൻഡ് ദി ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഓർമ്മകളെക്കുറിച്ചും മനുഷ്യരുടെ അറിവിനെ കുറിച്ചിട്ടുമെല്ലാം ചിന്തിക്കാൻ അവരെ ഈ ഒരു അനുഭവം പ്രേരിപ്പിക്കുന്നു. ഷീ റിയലൈസസ് ഹൗ സ്മോൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ഇൻ ദ വാസ്റ്റ് യൂണിവേഴ്സ്. പ്രധാനമായിട്ടും ഈ വലിയൊരു പ്രപഞ്ചത്തിൽ മനുഷ്യരെല്ലാം എത്ര ചെറുതാണ് എന്നിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടൊരു തോട്ടൊക്കെ അവരിൽ ഈ ഒരു കാഴ്ച ഉണ്ടാക്കുന്നുണ്ട്. ദി ഇവന്റ് ലീവ്സ് ഹർ വിത്ത് എ ഹോണ്ടിങ് അവയർനെസ് ഓഫ് മോർട്ടാലിറ്റി ആൻഡ് ദ ഫ്രിജിലിറ്റി ഓഫ് എക്സിസ്റ്റൻസ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതാണ് അവരിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്. ഈ ഒരു വലിയൊരു പ്രപഞ്ചത്തിനകത്ത് നമ്മളെല്ലാം വളരെ നിസ്സാരമാണെന്നുള്ള ഒരു തോന്നലാണ് അവരിൽ ഉണ്ടാവുന്നത്. Thus, the eclipse transforms her emotionally, intellectually and spiritually. അപ്പോൾ അത്തരത്തിൽ അവർക്ക് ഇമോഷണലായിട്ടും ഇന്റലക്ച്വലായിട്ടും സ്പിരിച്വലായിട്ടുമുള്ള ഒരു ഇമ്പാക്ട് ഈ ഒരു വിഷ്വൽ കൊണ്ടുണ്ടായതായിട്ട് നമ്മൾ കാണുന്നു. ഇറ്റ് ബിക്കംസ് an unforgettable confrontation with the fear, mystery and the unknown. അപ്പോൾ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന നിഗൂഢമായിട്ടുള്ള അവർക്ക് അറിവില്ലാത്ത ഒരു പ്രപഞ്ച പ്രതിഭാസത്തെ കുറിച്ചിട്ടുള്ള
ഒരു എക്സ്പീരിയൻസ് ആണ് അവരവിടെ പങ്കുവയ്ക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഇമോഷണലും സൈക്കോളജിക്കലും ഫിലോസഫിക്കലുമായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഈ ഒരു അനുഭവം കൊണ്ട് ഉണ്ടാവുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. An apparently simple natural phenomenon unlocks the complexities of human mind. Explain the statement on the basis of the excerpt from Total Eclipse. അപ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസം മനുഷ്യ മനസ്സിന്റെ കോംപ്ലക്സിറ്റീസിനെ തുറന്നു കാണിക്കുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഈ ഒരു എസ്സേയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനാണ് പറയുന്നത്. ദി എക്സെപ്റ്റ് ഫ്രം ടോട്ടൽ എക്ലിപ്സ് shows how a simple natural event reveals the hidden fears, emotions and philosophical questions within the human mind. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം അത് സാക്ഷ്യം വഹിക്കുക വഴി മനുഷ്യരുടെ മനസ്സിലുള്ള ഭയങ്ങൾ, അതുപോലെ തന്നെ ഇമോഷൻസ്, മറ്റ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്, സംശയങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ അത് പുറത്തു കൊണ്ടുവരുന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് കാണുന്നത്. Annie Dillard presents the eclipse as an experience that deeply disturbs human consciousness and exposes the complexity of human thought and feeling. അപ്പോൾ ഈ ഒരു അനുഭവത്തെ അവരിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും നമ്മളെ വൈകാരികമായിട്ടും നമ്മുടെ ചിന്തകളെയും സ്വാധീനിക്കുന്ന ഒരു സംഭവം എന്ന രീതിയിലാണ് ഈ ഒരു എക്ലിപ്സ് കണ്ട അനുഭവത്തെ അവരിവിടെ വിവരിക്കുന്നത്. ദി എക്ലിപ്സ് ഫസ്റ്റ് അവേക്കൻസ് ഫിയർ ആൻഡ് ദി ഷോക്ക് ഇൻ ദി ഓതർ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഭയത്തെ ഇത്തരം കാഴ്ചകൾ ഇങ്ങനെ പുറത്തു കൊണ്ടുവരുന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ദ ബ്ലാക്ക് ഒബ്ജക്ട് കവറിംഗ് ദ സൺ അപ്പിയേഴ്സ് സ്ട്രേഞ്ച് ആൻഡ് അൺനാച്ചുറൽ ദാൻ ഫെമിലിയർ. ഈ ഒരു കറുത്ത നിഴലിൽ ഇങ്ങനെ സൂര്യനെ മറച്ചു കൊണ്ടുവരുന്നത് ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള, ഒരു ഫ്രൈറ്റനിങ് ആയിട്ട്, ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിട്ടാണ് നമ്മുടെ ഓതർ വിവരിക്കുന്നത്. ഡില്ലാർഡ് സേസ് ഇറ്റ് ലുക്സ് മോർ ലൈക്ക് എ ഡ്രാഗൺ ഓർ എ ജയന്റ് ലീഡ് ദാൻ ദ മൂൺ. അപ്പോൾ ഇത് നമ്മുടെ മൂണാണ്, ചന്ദ്രനാണ് സൂര്യനെ മറയ്ക്കുന്നത് എന്നുള്ള കാര്യം ഈ സയന്റിഫിക് ആയിട്ട് അവർക്ക് അറിയാം, അവർ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ഇത് കാണുന്ന സമയത്ത് ഒരു വലിയൊരു അടപ്പ് കൊണ്ടുവന്ന് സൂര്യനെ അടച്ചു വെക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഡ്രാഗൺ വന്നുകൊണ്ട് സൂര്യനെ വിഴുങ്ങുന്നത് പോലെയൊക്കെയുള്ള തോന്നലുകളാണ് അവർക്ക് ഉണ്ടായത് എന്നവർ പറയുന്നു. ഈവൻ ദോ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഓഫ് ദി എക്ലിപ്സ്, ദ സഡൻ ഡാർക്ക്നെസ് ക്രിയേറ്റ് എ പ്രിമിറ്റീവ് ടെറർ ദാറ്റ് കനോട്ട് ഈസിലി ബി കൺട്രോൾഡ് ബൈ ലോജിക്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സയന്റിഫിക് ആയിട്ട് ഇത് നമ്മുടെ മൂണാണ് വന്ന് മറയ്ക്കുന്നതൊക്കെ അറിയാമെങ്കിലും ഒരു കാഴ്ച കാണുന്ന സമയത്ത് ആ ലോജിക്കിന് അപ്പുറത്തേക്കുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് അവർ പറയുന്നു. ഇപ്പൊ നമുക്കും ഒരുപക്ഷെ അറിയാവുന്നതാണ്, നമ്മൾ ഒരുപക്ഷെ രാത്രിയൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് പ്രേതമില്ല, ഭൂതമില്ല എന്നൊക്കെ നമ്മൾ എത്ര വിശ്വസിച്ചു കഴിഞ്ഞാലും ഒരു ഇല അനങ്ങുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ലോജിക്കിന് അപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഭയം പുറത്തു വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് അവരിവിടെ പറയുന്നത്. The eclipse also unlocks deeper psychological and philosophical reflections. അപ്പോൾ ഈ ഭയത്തിന് പുറമെ അവരിൽ സൈക്കോളജിക്കലും ഫിലോസഫിക്കലും ആയിട്ടുള്ള റിഫ്ലക്ഷൻസ്, അതായത് അവരുടെ ചിന്തകളെയും ഇത് സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നു. As darkness spreads across the earth, the author feels that the ordinary world has disappeared. അപ്പോൾ ആ ഒരു ഗ്രഹണത്തിൽ ഇങ്ങനെ ഇരുട്ട് മൂടി കിടക്കുന്ന ലോകത്തിൽ ഭൂമിയിലുള്ള അതുവരെയുള്ള ജീവനെല്ലാം ഇല്ലാതായതുപോലെ ഒരു അനുഭവത്തെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞ പോലെ ആകെ നിശബ്ദവും നിശ്ചലമായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട്. ദ ഹിൽസ് ബിക്കം സൈലന്റ്, ദ സ്കൈ ലുക്സ് ഡെവസ്റ്റേറ്റഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ് സീം ഐസൊലേറ്റഡ് ആൻഡ് ഇൻസിഗ്നിഫിക്കന്റ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആകെ ഒരു നിശബ്ദവും നിശ്ചലവുമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വേറൊരു ലോകത്ത്, അതായത് ഇങ്ങനെ മരണപ്പെട്ടിട്ട് ആത്മാക്കൾ ഇങ്ങനെ പ്രപഞ്ചത്തിൽ അലയുന്നത് പോലെയുള്ള ഒരു അനുഭവം എന്ന രീതിയിലേക്കാണ് അവരതിനെ കുറിച്ച് വിവരിക്കുന്നത്. ദി എക്സ്പീരിയൻസ് മേക്സ് ഹർ തിങ്ക് അബൌട്ട് മോർട്ടാലിറ്റി, ലോൺലിനെസ് ആൻഡ് ദ മീനിങ്ലെസ്നെസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഇൻ ദ വാസ്റ്റ് യൂണിവേഴ്സ്. അപ്പോൾ അത്തരത്തിൽ തന്നെ പ്രധാനമായിട്ട് അതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഒരു വലിയ പ്രപഞ്ചത്തിനകത്ത് നമ്മളെല്ലാം എത്ര ചെറുതാണെന്നുള്ളൊരു കാര്യവും അതുപോലെ തന്നെ നമ്മളെല്ലാം ഒറ്റപ്പെട്ടിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് പ്രപഞ്ചത്തിനകത്തുള്ളത് എന്നുള്ള അത്തരം ചിന്തകളിലേക്കൊക്കെയാണ് ഈ ഒരു അനുഭവം അവരെ കൊണ്ടുപോകുന്നത്. അറ്റ് ദ സെയിം ടൈം ദി എക്ലിപ്സ് റിവീൽസ് ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ പെർസെപ്ഷൻ ആൻഡ് ലാംഗ്വേജ്. അതേ സമയത്ത് തന്നെ മനുഷ്യരുടെ ഭാഷയുടെയും അതുപോലെ തന്നെ മനുഷ്യരുടെ അറിവിൻ്റെയും പരിമിതികളെ കുറിച്ചിട്ട് കൂടി ഇത് അവരെ ചിന്തിപ്പിക്കുന്നുണ്ട്. Dillard explains that photographs cannot truly capture the experience because the emotional impact of the event is far greater than any image or description. അപ്പോൾ ഈ ഒരു എക്ലിപ്സിന്റെ ഫോട്ടോയെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ നമുക്ക് ഫോട്ടോ കാണുന്ന സമയത്ത് ഉണ്ടാവുന്നില്ല എന്നവർ പറയുന്നു. അപ്പോൾ മനുഷ്യരുടെ ഒരു പരിമിതികളെ കുറിച്ചിട്ട് കൂടി ഇത് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു.
Thus, the passage demonstrates that even a natural phenomenon can uncover the deepest layers of the human mind. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ചെറിയൊരു പ്രതിഭാസം പോലും നമ്മൾ അതിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള ചിന്തകളും ഭയങ്ങളും ഒക്കെ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് നമ്മളിവിടെ കാണുന്നു. ഫിയർ, ഇമാജിനേഷൻ, മെമ്മറി, ഐസൊലേഷൻ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ആങ്സൈറ്റി ഓൾ ഇമേജ് ത്രൂ ദി എക്സ്പീരിയൻസ് ഓഫ് ദി എക്ലിപ്സ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഓതറിന് അവരുടെ ഫിയർ, ഇമാജിനേഷൻ, മെമ്മറി, ഐസൊലേഷൻ തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഇമോഷൻസും തോട്ട്സും എല്ലാം തന്നെ ഈ ഒരു എക്ലിപ്സ് അവർ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദെൻ the essay therefore transforms a scientific event into a profound exploration of human consciousness and existence. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് എക്ലിപ്സിനെ കുറിച്ചിട്ടുള്ള ഒരു എസ്സേ മാത്രമല്ല, മനുഷ്യരുടെ മനസ്സിനെ കുറിച്ചുള്ള ഒരു എസ്സേ കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ഫീലിങ്സും തോട്ട്സും എല്ലാം പുറത്തു വരുന്നത് എന്നതിനെ കുറിച്ച് കൂടിയുള്ള, നമ്മുടെ മൈൻഡിനെ കുറിച്ച് കൂടിയുള്ള ഒരു എസ്സേ ആണ് ഇതെന്ന് നമുക്ക് പറയാവുന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.